ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് പ്രതികളായ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ജില്ലാ ജഡ്ജ് ഹണി എം വർഗീസാണ് വിശദമായ വാദം കേട്ടതിന് ശേഷം വിധി പറയുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പലതവണ പരിശോധിച്ചതിന് ശേഷമാണ് കേസിൽ ഇന്ന് വിധി പറയുന്നത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 5 പേരും നിലവിൽ ഒളിവിലാണ്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അമൽ, കേരളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഭരണമാറ്റത്തിന് ശേഷം പ്രത്യേക ശ്രദ്ധയോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസ് അന്വേഷണമാണ്. ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്വേഷണം. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നിർണായകമാണ് ഈ ഗൺമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തീരുമാനം. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ഏറെ മാനങ്ങളുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ച് മുൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റ മർദ്ദനത്തിന് തങ്ങൾ ഇപ്പോൾ പകരം വീട്ടുന്നു എന്ന് പലവട്ടം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പൊതുവേദികളിൽ അടക്കം പ്രസംഗിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ശക്തമായി തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് മർദ്ദനമേറ്റവരിൽ ഒരാളായ AD തോമസ് ഇപ്പോൾ ആലപ്പുഴയുടെ MLA കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് ആ മർദ്ദനത്തിൽ രക്തം വന്ന ഒരു മുറിവ് ഉള്ളത്. 1:1 എന്ന സെന്റിമീറ്ററിലുള്ള ഈ മുറിവിനെല്ലാം ഈ കേസിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് പോലും. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിചാരണ നടക്കും പോലെ വാദം കേട്ട ഒരു കേസ് എന്ന് വേണം കോടതിയിൽ നിന്ന ഒരാളെന്ന രീതിയിൽ ഈ ഒരു കേസിനെ കുറിച്ച് പറയാൻ. ഏതായാലും വാദിഭാഗം കോടതിയുടെ പല ചോദ്യങ്ങൾക്ക് മുൻപിലും നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷത്തിന്റെ വാദം നടക്കുമ്പോഴെല്ലാം കാണാമായിരുന്നു. സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള റോയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ വക്കീലുമായിരുന്നു കോടതിയിൽ വാദിഭാഗത്തിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് വാദിക്കാനുണ്ടായിരുന്നത്. ഇതിൽ അടിയേറ്റത്, തലയ്ക്ക് അടിയേറ്റു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തല വെച്ചടിച്ചു എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ IPC 308 എന്ന വകുപ്പ് നിലനിൽക്കുകയുള്ളൂ. നിരത്തിയ കുറ്റം ഉള്ള ജാമ്യമില്ലാ വകുപ്പാണ്. പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ വന്ന പ്രതികൾ ഉണ്ടായിരുന്നു. ഹാജരായി സറണ്ടർ ചെയ്യാൻ വേണ്ടി ഈ കേസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്ന സമയത്ത് വന്നവരുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് ധൃതിപ്പെട്ട്, അതായത് രാവിലെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, പിന്നീട് അതേ രാവിലത്തെ സെക്ഷനിൽ തന്നെയാണ് എന്നാണ് പ്രതിഭാഗം വക്കീൽ വാദിക്കുന്നത്. പക്ഷേ വാദിഭാഗം പറയുന്നത് രാവിലത്തെ സെക്ഷൻ അല്ല, ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിലാണ് രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിച്ചതും എന്നും പറയുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിലാണ് 308 ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും ചെയ്തത്. എന്ത് സാഹചര്യത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ധൃതിപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് ചുമത്തിയത് എന്ന ചോദ്യം പലതവണ കോടതി ചോദിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അവസാന വാദം ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ് കേട്ടത്. ആ ഒരു വാദത്തിന് ഇടയിൽ ഏതാണ്ട് 1 മണിക്കൂറിലധികം എടുത്താണ് ദൃശ്യങ്ങൾ പോലും പരിശോധിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് പകർത്തിയിരുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാതെയിരുന്നു. അങ്ങനെ വന്നപ്പോഴെല്ലാം കോടതി അതിൽ തന്നെ ഒരു വീഴ്ചയില്ലേ എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചു. SITയുടെ ഉദ്യോഗസ്ഥനെ തന്നെ നേരിട്ട് കോടതി മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് പോലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയും വാദിഭാഗത്തിന്റെ വക്കീലിനെയും അടക്കം അങ്ങേയറ്റം ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് പോലും പലവട്ടവും കോടതിയുടെ ഉള്ളിൽ നിന്ന് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി കോടതിക്കുള്ളിൽ കയറിയ ഒരാളെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. ഏതായാലും കേസിൽ 5 പ്രതികളാണുള്ളത്. ഈ 5 പ്രതികളും നിലവിൽ സസ്പെൻഷനിലാണ്. ഇവർക്ക് എതിരായിട്ടുള്ള ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. നിയമവൃത്തങ്ങളുമായി എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെക്കുറെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇനി ജാമ്യം ലഭിച്ചാൽ തന്നെ അപ്പീൽ പോകും എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് പ്രതിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള AD തോമസ് ആകട്ടെ അല്ലെങ്കിൽ അജയ് ജുവൽ കുര്യാക്കോസ് ആകട്ടെ, ഇവർ രണ്ടുപേരും അപ്പീലിന് പോകും എന്ന ഒരു ഉറച്ച തീരുമാനം തന്നെ ഇതിനോടകം എടുത്തിട്ടുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന കാര്യം ഇന്ന് 11 മണിക്ക് ശേഷം അറിയാൻ സാധിക്കും.